ലെബനോനിൽ പാർത്രിയാർക്കീസ് വാഴിച്ചത് മൊഫ്രിയാനയെയാണ്. ഒരു സിംഹാസനത്തിലും ആരൂഢനല്ല. മൊഫ്രിയാന എടുക്കുന്ന ഏതു തീരുമാനത്തെയും പാർത്രിയാർക്കീസിന് വിലക്കാം, റദ്ദു ചെയ്യാം. മൊഫ്രിയാനയെ ഹീസ് ഹോളിനൈസ് എന്ന് വിളിക്കില്ല. സാധാരണ മെത്രാൻമേരെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ഹിസ് ഗ്രേസ് എന്നേ പറയൂ. പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളുടെ വെറും കീഴ്സ്ഥാനി മാത്രമാണ് മൊഫ്രിയാന. Gathered us on this solemn spiritual occasion to celebrate the consecration and installation of our brother Mor Gregorios Joseph as the new Mafriono Catholicos of our Syriac Orthodox Church in India. കേട്ടല്ലോ, ആർക്കും സംശയമില്ലല്ലോ. പാർത്രിയാർക്കീസ് വളരെ വ്യക്തമായി പറയുന്നു മൊഫ്രിയാനയാണെന്ന്. ഇനി ഈ ചിത്രം ഒന്ന് കാണൂ. ആദ്യം കാണുന്നത് പൗരസ്ത്യ കത്തോലിക്കായും മലങ്കര മെത്രാപൊലീത്തായുമായ പരിശുദ്ധ മൊറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തത്രിയൻ കത്തോലിക്ക ബാബ. രണ്ടാമത് കാണുന്നത് യാക്കോബായ വിഭാഗം മൊഫ്രിയാന ബസേലിയോസ് ജോസഫ് തിരുമേനി. പ്രഥമൻ എന്ന പേര് പോലുമില്ല. മൊഫ്രിയാന ബസേലിയോസ് ജോസഫ്, അത്രേ ഉള്ളൂ. അത്രയും മതി എന്നാണ് പാത്രിയാർക്കീസ് പറഞ്ഞത്. അമ്പും വില്ലും ഒലക്കയുടെ മൂട് എല്ലാമായി നാട്ടിലുള്ളവനെ എല്ലാം പ്രകടനത്തിന് കൊടിപിടിക്കാൻ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് പോലെ വിളിച്ചു കൊട്ടിഘോഷിച്ച് അവിടെ ചെന്നിട്ട് കിട്ടിയത് മൊഫ്രിയാന. ഇതിനായിരുന്നേ തിരുവല്ലയിൽ വിലിയേഴ്സിൽ ചെന്നാൽ അവർ കത്തോലിക്കായോ പാത്രിയാർക്കീസോ മാർപ്പാപ്പയോ ഏത് വേണേലും പറയുന്നത് വെച്ച് വാഴിക്കുമായിരുന്നു. മലങ്കര എന്നോ ഇന്ത്യ എന്നോ അഗോളം എന്നോ ഒക്കെ അവർ വിളിച്ച് പറഞ്ഞോളുമായിരുന്നു. ഇതിപ്പോ പോയ പോലെ ഉറി പോലെ തിരിച്ചു വരേണ്ട അവസ്ഥയായി. പോരാത്തതിന് ഓർത്തഡോക്സുകാരുടെ വക തലങ്ങും വിലങ്ങും കേസ്. നാട്ടിൽ വന്നാൽ കസേരയിൽ ഒന്ന് മൂട് താങ്ങി ഇരിക്കാൻ നേരമുണ്ടാകില്ല. പിന്നെ പുത്തൻകുരിശ് പന്നിക്കുഴി എന്ന സ്ഥലത്തുള്ള പാർത്രിയാർക്കീസ് സെന്ററിന് അധിപനായി വാഴാം. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും നെഞ്ചിലേറ്റിയ മലങ്കര നസ്രാണിയുടെ തദ്ദേശീയ പാരമ്പര്യം പേറുന്ന സഭയാണ് മലങ്കര സഭ. ആ ഉരുക്കുകോട്ടയായ സഭയെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. സഭയെ തകർക്കുവാൻ, അസമാധാനം വിതയ്ക്കുവാൻ, ഭാരത പൈതൃകത്തെ പാടെ തകർത്തെറിയുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ചില കപട നിഷ്പക്ഷരും രാഷ്ട്രീയക്കാരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ നിയമത്തെ വരെ വെല്ലുവിളിക്കും. ഭാരതത്തെ സ്വന്തം സിരകളിൽ ചേർത്ത് പിടിച്ച മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾക്കെതിരെയാണ് ഈ കൂട്ടരുടെ പടപ്പുറപ്പാട്. രാജ്യത്തെ മാനിക്കുന്ന കോടതി വിധികളെ മാനിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയോട് ചിലരുടെ അപ്രീതിയാണ് ഈ വാഴിക്കലും വഴക്കുകളും. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഭാതർക്കം സുപ്രീം കോടതി അന്തിമ വിധി നൽകി. സഭയെ സ്വതന്ത്രമാക്കിയപ്പോൾ അതുവരെ പള്ളിയും സ്വത്തുക്കളും കൈയടക്കി കട്ടുമുടിച്ചവർക്ക് ഹാലിളകി. ദേവാലയങ്ങൾ കച്ചവട സ്ഥാപനങ്ങളാക്കിയ ഇക്കൂട്ടർ അവിടെ നിന്നുണ്ടാക്കിയ പണം വാരിയെറിഞ്ഞ് രാഷ്ട്രീയക്കാരെ വരെ കൂടെ നിർത്തി. ആരെയൊക്കെ വശീകരിച്ചാലും കൂടെ നിർത്തിയാലും തകരുന്ന കോട്ടയല്ല മലങ്കര സഭ.